വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. M5ൻ്റെ ലേറ്റസ്റ്റ് മാക്ബുക്ക് പ്രോ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ M5 ചിപ്സെറ്റ് ഉള്ള മാക്ബുക്ക് പ്രോ ഏത് ലെവലിലുള്ള ആളുകൾക്കാണ് അത് കൊണ്ട് ആവശ്യമുള്ളത്? ഹൂ ഷുഡ് ചൂസ് M5 ആൻഡ് ഹൂ ഷുഡ് ചൂസ് M4 Pro? സോ സംഭവം സിമ്പിളാണ്. M5 ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആപ്പിളിൻ്റെ ചിപ്സെറ്റാണ്. ആൻഡ് ഇത് കുറച്ചുകൂടി AI ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. AI പരിപാടികളെല്ലാം വളരെ സ്മൂത്തായിട്ട് M5 വർക്കാവും. അതുപോലെ തന്നെ ഇതിൽ സിംഗിൾ കോറിൻ്റെ പെർഫോമൻസ് M5 M4 പ്രോയിനേക്കാളും ഹയർ ആയിരിക്കും. അതുപോലെ ബാറ്ററി കുറച്ചുകൂടി ബാറ്ററി പെർഫോമൻസ് M5 കിട്ടും. M5 മാക്ബുക്ക് പ്രോ വരുമ്പോഴേക്കും 14 ഇഞ്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ M5 അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മാക്ബുക്ക് പ്രോ 14 ഇഞ്ച് മാക്ബുക്ക് പ്രോ, പിന്നെ ലേറ്റസ്റ്റ് ഐപാഡ് പ്രോയിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിൾ വിഷൻ പ്രോ. ഈ 3 പ്രോ സീരീസിലുമാണ് ഇത്തവണ M5ൻ്റെ ഫസ്റ്റ് എഡിഷൻ ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഇത് ഒരു മീഡിയം ലെവൽ ഉള്ള ആളുകൾ, എസ്പെഷ്യലി സ്റ്റുഡൻസ്, പിന്നെ ഈ ചെറിയ ഈ കോണ്ടന്റ് ക്രിയേഷൻസ് ചെയ്യുന്ന ആളുകൾ, അതായത് നോർമൽ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഒരു ഓപ്ഷൻ ആയിരിക്കും M5. ബട്ട് നിങ്ങളൊരു പ്രോ ലെവൽ, അതായത് ഈ റോ ലെവൽ ഫയൽസ് കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 3D ആനിമേഷൻസ്, അതുപോലെ തന്നെ ഹൈ ലെവൽ മൾട്ടി ടാസ്കിങ്, പിന്നെ നമുക്ക് സൗണ്ട് പരിപാടികൾ, ഡിസൈനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ M5 ബെറ്ററാണ് M4 Pro. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ M5 M4 പ്രോയിനെ അപേക്ഷിച്ചിട്ട് സിംഗിൾ കോറിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും M5. പക്ഷേ മൾട്ടി കോറിൻ്റെ പെർഫോമൻസ് M4 പ്രോയിലായിരിക്കും കൂടുതൽ. സോ കുറച്ചുകൂടി ഹൈ ലെവൽ മൾട്ടി ടാസ്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ M4 Pro ആയിരിക്കും. M4 Pro 2 വേരിയൻറ്റ് വരുന്നുണ്ട്, 14 ഇഞ്ചും വരുന്നുണ്ട്, 16 ഇഞ്ചും വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി AI പരിപാടികൾ, അതുപോലെ തന്നെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻസ്, പിന്നെ മറ്റേ റിഫ്രഷ് റേറ്റിംഗ്, ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റിംഗ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി ബെറ്റർ M5 മോർ അഡ്വാൻസ്ഡ് 3rd ജനറേഷൻ 3nm പ്രോസസ്സറാണ് M5. ബട്ട് M4 പ്രോയിൽ 2nd ജെൻ 3nm പ്രോസസ്സറാണ്. പക്ഷേ ഇതിൽ പെർഫോമൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ്, അതായത് മൾട്ടി സ്കോറിൻ്റെ പെർഫോമൻസ് കൂടുതലും M4 പ്രോയിലായിരിക്കും വരുന്നത്. അതായത് മാക്ബുക്ക് പ്രോയിൽ M4 പ്രോ വേരിയൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫയലിൻ്റെ ഇതുപോലെ ഇരിക്കും. മൾട്ടി ടാസ്കിങ് ആണ്, നിങ്ങളൊരു പ്രൊഫഷണൽ ലെവൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് M5 അപേക്ഷിച്ചിട്ട് M4 പ്രോ ആയിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ M5 പ്രോ വരുന്നുണ്ട്. M5 പ്രോ വരുന്നത് വരെ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ M5 പ്രോ വിൽ ബി ദ ബെസ്റ്റ്. പെർഫോമൻസ് കൂടുതലായിരിക്കും, പ്ലസ് അതിലും ഈ AI ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. 1 മാസം 2 മാസം അല്ലെങ്കിൽ 3 മാസം, ഒരു ജനുവരിക്ക് മുമ്പേ ആയിട്ട് അത് M5 പ്രോ വരാം എന്നാണ് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. മേ ബി ചിലപ്പോൾ നമ്മുടെ ജനുവരിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മാസത്തിലെ M5 പ്രോ ചിലപ്പോൾ ലോഞ്ചിങ് ഉണ്ടാവാം. ആൻഡ് ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ M5 പ്രോ, കാരണം എൻ്റെ മാക്ബുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികളെല്ലാം സെയിമാണ്. ഓൺലി തിങ് M5 വരുന്നത് ഓൺലി 14 ഇഞ്ചിൻ്റെ മാത്രം സൈസാണ് വരുന്നത്. M4 പ്രോയിലാണ് 2 സൈസ് വരുന്നത്, 14ഉം 16ഉം വരുന്നത്. പ്രൊഫഷണൽ ലെവൽ പരിപാടികൾക്കെല്ലാം ബെറ്റർ ചോയ്സ് M4 പ്രോ ആയിരിക്കും M5 പ്രോ വരുന്നത് വരെ. ഓക്കെ, ആൻഡ് ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസ് വരുന്നത് CPU GPU സെയിം ആയിരിക്കും M5. അതായത് 10 കോർ GPU 10 കോർ CPU ആണ് M5 വരുമ്പോഴത്തേക്കും. ബട്ട് നമ്മൾ M4 പ്രോയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ അപ് ടു 14 കോറിൻ്റെ CPU, അപ് ടു 20 കോർ GPU അതിൽ കിട്ടും. സോ കുറച്ചുകൂടി ബെറ്റർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് പെർഫോമൻസും മൾട്ടി കോറിൻ്റെ പരിപാടികളൊക്കെ, മൾട്ടി ടാസ്കിൻ്റെ പരിപാടികളൊക്കെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് M4 പ്രോയിലായിരിക്കും. 4TB വരെ നമുക്കതിൽ SSD ഇൻക്രീസ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കോമൺ ഫീച്ചേഴ്സൊന്നും ഞാൻ കവർ ചെയ്യുന്നില്ല, ബിക്കോസ് ഇതിൽ കീപാഡ്, ടച്ച് ID, ഇങ്ങനെയുള്ള ഡിസ്പ്ലേയിൽ റിഫ്രഷ് റേറ്റ് കുറച്ചുകൂടി ബെറ്റർ റിഫ്രഷ് റേറ്റൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒരു AI ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ M5 കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് ഡിസ്പ്ലേയിൽ കിട്ടുക. AI മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവൽ ഓഫ് മൾട്ടി ടാസ്കിങ് വരുന്നത് M4 പ്രോയിന് തന്നെ ആയിരിക്കും M5 അപേക്ഷിച്ചിട്ട്. M5 പ്രോ വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. M5
കൊടുത്തിരിക്കുന്നത് തണ്ടർബോൾട്ട് 4ഉം M4 പ്രോയിൽ കൊടുത്തിരിക്കുന്നത് തണ്ടർബോൾട്ട് 5. കുറച്ചുകൂടി ഡാറ്റ ട്രാൻസ്ഫറിങ് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് M4 പ്രോയിനായിരിക്കും. ആൻഡ് ഇതിൽ മെമ്മറി ബാൻഡ് വിത്ത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബെറ്റർ M4 പ്രോ ആയിരിക്കും. M5 വരുമ്പോഴത്തേക്കും 153 GB/s മെമ്മറി ബാൻഡ് വിത്തിൻ്റെ സ്പീഡ് വരുന്നത്. M4 പ്രോയിൽ വരുമ്പോഴത്തേക്കും അത് അപ് ടു 273 GB/s വരെ മെമ്മറി ബാൻഡ് വിത്ത് സ്പീഡ് കിട്ടും. പോർട്ട് 3 തണ്ടർബോൾട്ട് പോർട്ട് വരുന്നുണ്ട് രണ്ടിലും. 12 MB സെൻട്രൽ സ്റ്റേജ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. രണ്ടിലും സെയിം ക്യാമറ, സെയിം കീബോർഡ്, സെയിം സ്പീക്കേഴ്സ്, എല്ലാം സെയിം ആണ്. ഡിസൈൻ എല്ലാം സെയിം ആണ്. ഇതിൽ വരുന്ന പെർഫോമൻസ് ലെവലിലാണ് ഒരു വ്യത്യാസം വരുന്നത്. M5 മാക്ബുക്ക് പ്രോ 14 ഇഞ്ചിൻ്റെ വെയിറ്റ് വരുന്നത് 1.55 kg ആണ്. 1.60 kg വരും M4 പ്രോയിൻ്റെ വെയിറ്റ്. M4 പ്രോയിനാണ് കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ. ഡേ ടു ഡേ ലൈഫിൽ ഉള്ള നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനായിരിക്കും M5 മാക്ബുക്ക് പ്രോ. M5ൻ്റെ MRP 1,70,000 സ്റ്റാർട്ട് ചെയ്യും. M4 പ്രോയിൻ്റെ മാക്ബുക്ക് പ്രോയിൽ വരുവാണെന്നുണ്ടെങ്കിൽ 1,99,000 2 lakhിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ തമ്മിലുള്ള പ്രൈസ് വേരിയേഷൻ. യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു €1,799 സ്റ്റാർട്ട് ചെയ്യുന്നു M5. M4 പ്രോയിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് €2,299 ആണ്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.